സംസ്ഥാനം വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക്. കഴിഞ്ഞ 5 ദിവസമായി ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ധനവകുപ്പ്. 2500 കോടി കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ സുപ്രീം കോടതിയിലെ കേസ് തടസ്സമായെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. അതേസമയം പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും ധൂർത്ത് തുടർന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഗവർണർ കേസുകളിൽ വക്കീൽ ഫീസായി ആവശ്യപ്പെടുന്ന തുക നൽകാനും നീക്കം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഒരുപക്ഷേ കേരളം ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ധൂർത്തും അതേപോലെ അനുസ്യൂതം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെയും മറ്റ് പരിവാരങ്ങളുടെയും ധൂർത്തിന് ഒരു കുറവുമില്ല. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ബജറ്റ് അടുത്തിരിക്കെ ഏത് തരത്തിലാണ് കേരളത്തിൻ്റെ ഒരു സാഹചര്യം? KP, അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് തന്നെയാണ് സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി ട്രഷറിയിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ആദ്യം 5 ലക്ഷം പിൻവലിക്കാവുന്ന പരമാവധി തുക 5 ലക്ഷമായിരുന്നെങ്കിൽ പിന്നീട് 1 ലക്ഷമായി ചുരുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ചേർന്നു. പിന്നീട് സർക്കാരും സംവിധാനങ്ങളും അടക്കം മറ്റു മന്ത്രിമാരടക്കം നിരന്തരം ഇത് ആവർത്തിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണ്, ട്രഷറിയിലടക്കം നിയന്ത്രണമുണ്ട് എന്നതടക്കമുള്ളത് ആവർത്തിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ട്, നിലനിൽക്കുകയൊക്കെ ചെയ്തിരുന്നത്. ആ സാഹചര്യം തുടരുന്നൊരു സ്ഥിതിവിശേഷം കൂടിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും വരുമ്പോൾ ഈ കഴിഞ്ഞ 5 ദിവസം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അതായത് ട്രഷറിയിൽ അടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നൊരു സാഹചര്യം കൂടി വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ ഈ സംസ്ഥാന ബജറ്റ് വരാനിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതും ഒക്കെ ഒരു ഘടകമായിരിക്കുന്നു. സർക്കാരിൻ്റെ ദൈനംദിന ചെലവിന് പോലും സാമ്പത്തികം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ ആരോപിക്കുന്നത്. അതായത് 1.66 കോടിയിൽ കുറവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്രഷറി, അതായത് ഈ ധനം കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കുവാനുള്ള സാഹചര്യമുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട 2500 കോടിയോളം രൂപ അധികമായി അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും അതും ഇപ്പോൾ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്.